വന്ന് നോക്ക്. എടാ, പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ചോദിക്കുന്ന ന്യൂസ് റിപ്പോർട്ടർ അല്ലേ അത്? ഓ മൈ ഗോഡ്, അവര് നമ്മളെ കണ്ട സീനാണ്. ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അത് ടിവിയിലൊക്കെ അപ്ലോഡ് ചെയ്ത് നാണം കെടുത്ത് ഒരു വകയാക്കും. എന്നാ വാപ്പുവാ. അതിനെന്തോടാ കുഴപ്പം? നമുക്ക് ഫേസ് ഒക്കെ ക്യാമറയിൽ കാണിച്ചിട്ട് ഉത്തരം പറഞ്ഞ പോരെ, ഫേമസും ആയില്ലേ? കഴിഞ്ഞ സമയായി, വാ പോവാം പോവാം. ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നാവേ ഉള്ളൂ. എന്നാവാ പോകാം. നിക്ക് 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 നിക്ക്, വാസു എവിടെ? എടാ, നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ. എടാ, നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ പറയാൻ വന്ന ന്യൂസ് ചാനലാണ്. അതെ. നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ്. എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? അതെ. നിന്റെ ഫഗതിന്റെ ഡയലോഗ് എനിക്ക് പിടിക്കണില്ല കേട്ടാ. പറഞ്ഞോളൂ. ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നിക്ക്, ഞാൻ അവന്മാരെയും കൂടി വിളിക്കട്ടെ. വാഴകളെ കമോൺ. കണ്ടാടാ അവന്റെ പട്ടി ഷോ തീർത്തു കൊടുക്കാം. ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു പോക്കിനെ പറ്റി ഒന്ന് പറ. അങ്ങനെ ചോദിച്ചോ വളരെ ബോറാണ്. നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് അല്ലേ, അപ്പം പഠിത്തത്തിനെ പറ്റിയും ക്ലാസ് കട്ട് ചെയ്യണെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം? ക്ലാസ് കട്ടടിക്കുന്നത് ചിന്തിക്കാനേ പാടില്ല. അത് വളരെ 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 മോശമാണ്. പിന്നെ പഠിത്തത്തിനെ പറ്റിയാണെങ്കിൽ നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ കേറാതിരുന്നിട്ടില്ലാത്തത് കൊണ്ട് എല്ലാം മനസ്സിലാവും. പിന്നെ മാർക്കിന്റെ കാര്യത്തിൽ നമുക്ക് കൂടുതലായത് കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ശരി കുട്ടികളെ, ഇത് വൈകുന്നേരത്തെ ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ പറഞ്ഞ പോലെ. ചേട്ടാ, പറയുമ്പോഴൊക്കെ മുക്കണ എന്തിനി? മോന്റെ പേരെന്താ? ജോക്കുളം. അച്ഛന്റെ പേര്? കോമളൻ. അമ്മയുടെ പേര്? കോമളം. സ്ഥലം എവിടെ? കോവളം. ചേട്ടാ, അവന്റെ അടുത്ത് ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, നമ്മൾ പോട്ടാ. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി. കടല വാങ്ങാൻ പോലും പൈസ ഇല്ലായിരുന്നു. പിന്നെ പുഴയിലും കുളിക്കാൻ പോയി. ജോക്കുളത്തിന് നീർക്കോലി കടിയും കിട്ടി. പിന്നെ റീൽസ് എടുത്ത്. അതുമാത്രം കൊള്ളായിരുന്നു. അങ്ങനെ ഹാപ്പിയായി 6 മണിക്ക് വീട്ടിലെത്തി. ഉച്ചക്കത്തെ ന്യൂസിൽ അമ്മ എന്നെ കണ്ട്. ഉടനെ പ്രിൻസിപ്പാളിനെ വിളിച്ചു. ഉച്ചവരെ കണ്ടെന്നും പ്രിൻസിപ്പാൾ. ഞാൻ തേഞ്ഞു.